പശ്ചിമേഷ്യൻ മേഖലയെ മുഴുവൻ ഒരു വൻ യുദ്ധത്തിന്റെ കരുനിഴലിൽ ആഴ്ത്തിക്കൊണ്ട് ഇറാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള ബന്ധം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും അതിനു പിന്നാലെ ടെഹ്റാനിൽ നിന്ന് പുറത്തു വന്ന കടുത്ത അന്ത്യശാസനകളും പശ്ചിമേഷ്യയെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ നിർത്തിയിരിക്കുകയാണ്. നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും തകരുകയും സൈനിക നീക്കങ്ങൾ സജീവമാകുകയും ചെയ്തതോടെ ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് ഈ മേഖലയെ ഉറ്റുനോക്കുന്നത്. തസ്നിം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്ത ഇറാന്റെ സൈനിക വൃത്തങ്ങളുടെ പ്രസ്താവന പ്രകാരം ഇസ്രയേലുമായി ചേർന്ന് ഇറാനെതിരായ നീക്കങ്ങളിൽ പങ്കാളികളാകുന്നതിനെതിരെ യുഎഇക്ക് കനത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പ്രകോപനപരമായ നടപടികളുമായി മുന്നോട്ടു പോയാൽ യുഎഇ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി. ഇതിനിടെ യുഎഇക്ക് നേരെ തൊടുത്തുവിട്ട നിരവധി മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വഴി മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചും ഇതിനിടെ യുഎഇക്ക് നേരെ തൊടുത്തുവിട്ട നിരവധി മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വഴി തകർത്തതായി അബുദാബി ഔദ്യോഗികമായി അറിയിച്ചു. എങ്കിലും മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചും ഡ്രോൺ ആക്രമണങ്ങൾ മൂലവും ഒരു എണ്ണ സംഭരണശാലയ്ക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഏതാനും പേർക്ക് പരിക്കേറ്റതായും യുഎഇ സ്ഥിരീകരിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അമേരിക്കയ്ക്കും യുഎഇക്കും ഒരുപോലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൂടുതൽ വലിയൊരു സംഘർഷത്തിലേക്ക് മേഖലയെ തള്ളിവിടരുതെന്നും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ നിയന്ത്രണം ആർക്കും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാനപരമായ ചർച്ചകൾക്ക് പകരം സൈനിക നീക്കങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ പടക്കപ്പലുകളുമായി തങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയെന്നും അവയെ പിന്തിരിപ്പിച്ചുവെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ വാദങ്ങളെ ഇറാൻ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ സിരയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഓരോ ചെറിയ സ്ഫോടനവും ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ധനത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്ന ഈ പാത യുദ്ധക്കളമായി മാറുന്നത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. ഇസ്രയേലുമായുള്ള യുഎഇയുടെ വർദ്ധിച്ചു വരുന്ന ബന്ധമാണ് ഇറാനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഇസ്രയേലിന്റെ സൈനിക സ്വാധീനം വർദ്ധിക്കുന്നത് തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുഎഇയെ സമ്മർദ്ദത്തിലാക്കി ഈ സഖ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഈ സംഭവങ്ങൾ വലിയ വിശകലനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരായ സൈനിക വലയം ശക്തമാക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഷി ഉപയോഗിച്ച് അതിനെ നേരിടാനാണ് നോക്കുന്നത്. സമുദ്രത്തിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ കരയിലെ നഗരങ്ങളെയും സാമ്പത്തിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നത് ആശങ്കാജനകമാണ്. റിഫത്ത് ജാവേദിനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് പ്രകാരം മേഖലയിലെ സമാധാന ചർച്ചകൾ ഇപ്പോൾ പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾക്ക് വൻ ശക്തികൾ വേണ്ടത്ര പിന്തുണ നൽകുന്നില്ല. അമേരിക്കയും റഷ്യയും ചൈനയും ഈ സംഘർഷത്തിൽ വ്യത്യസ്ത ചേരികളിലായി നിൽക്കുന്നത് പ്രശ്നപരിഹാരത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. യുഎഇയിലെ എണ്ണ പ്ലാന്റുകൾക്ക് നേരെയുള്ള ഈ ആക്രമണം കേവലം ഒരു പരീക്ഷണമായി കാണാനാവില്ല. അത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കാനുള്ള നീക്കമാണ്. ലോകത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങൾക്ക് സമീപം മിസൈലുകൾ പതിക്കുന്നത് വിദേശ നിക്ഷേപകരെയും സഞ്ചാരികളെയും പിന്നോട്ടടിപ്പിക്കും. ഇത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഭാവി പദ്ധതികളെ തന്നെ ദോഷകരമായി ബാധിക്കും. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് പെന്റഗണിൽ നിന്നുള്ള സൂചനകൾ. എന്നാൽ ഇത്തരം ഒരു നീക്കം ഇറാനെ പ്രകോപിപ്പിക്കുകയും അവർ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യും. മിസൈലുകൾക്ക് പുറമെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഗറില്ല യുദ്ധമുറകളാണ് ഇറാൻ പരീക്ഷിക്കുന്നത്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. യുഎഇക്ക് നേരെയുള്ള ഈ ആക്രമണം തങ്ങൾക്കും ഒരു മുന്നറിയിപ്പായാണ് അവർ കാണുന്നത്. ഗൾഫ് സഹകരണ കൗൺസിൽ ഈ വിഷയത്തിൽ അടിയന്തര യോഗം ചേർന്ന് സംയുക്ത പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയുടെ സഹായം തേടാനാണ് മിക്ക രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കിടയിൽ ഈ യുദ്ധഭീതി വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ വസിക്കുന്നുണ്ട്. സംഘർഷം കടുക്കുകയാണെങ്കിൽ തങ്ങളുടെ ജോലിയും സുരക്ഷയും എന്താകുമെന്ന ആശങ്കയിലാണ് ഓരോരുത്തരും. ഇറാന്റെ സൈനിക ശക്തിയെ തള്ളിക്കളയാനാവില്ലെന്ന് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയൊരു ശേഖരം തന്നെ ഇറാന്റെ പക്കലുണ്ട്. ഇത് ഗൾഫ് നഗരങ്ങളെ നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈനിക നീക്കം തുടങ്ങുന്നതിന് മുൻപ് അമേരിക്കയ്ക്ക് പലതവണ ചിന്തിക്കേണ്ടി വരും. അടുത്ത കുറച്ച് ദിവസങ്ങൾ പശ്ചിമേഷ്യയുടെ ചരിത്രത്തിൽ നിർണായകമായിരിക്കും. നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം ഒഴിവാക്കാൻ കഴിയില്ല. ഇറാന്റെയും അമേരിക്കയുടെയും കടും പിടുത്തങ്ങൾക്കിടയിൽ സാധാരണക്കാരുടെ ജീവിതമാണ് പന്താടപ്പെടുന്നത്. സമാധാനത്തിന് വേണ്ടിയുള്ള മുറവിളികൾക്കിടയിലും ആയുധങ്ങൾ തയ്യാറാക്കുന്ന തരത്തിലാണ് ഇരുപക്ഷവും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ വിപണികളിൽ ഇടിവ് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ നിക്ഷേപകർ പണം പിൻവലിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലോകം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ നാവികസേനകളെ വിന്യസിക്കുന്നത് സംഘർഷം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഓരോ തവണയും ബോട്ടുകൾ നേർക്കുനേർ വരുമ്പോൾ അതൊരു വലിയ വെടിവെപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം അവസാനിക്കണമെങ്കിൽ ലോകശക്തികൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഉപരോധങ്ങൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ മാത്രം ഇറാനെ തളയ്ക്കാനാവില്ലെന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഈ മേഖലയിൽ ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ കഴിയൂ. പക്ഷേ ഇപ്പോൾ ആകാശത്ത് മിസൈലുകൾ പറക്കുമ്പോൾ സമാധാനം എന്നത് ഒരു സ്വപ്നം മാത്രമായി മാറുകയാണ്. ഈ സംഘർഷം പശ്ചിമേഷ്യയെ എവിടേക്ക് നയിക്കുമെന്ന് ലോകം ആശങ്കയോടെ കാത്തിരിക്കുകയാണ്.